ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ടോക്ക്. ബിഗ് ബോസ് 75 days. അപ്പോൾ ഇന്നത്തേക്ക് 75 ദിവസം കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ബിഗ് ബോസ് ഒരു കൊല്ലം കഴിഞ്ഞാണ് പുതിയൊരു വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ബിഗ് ബോസ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വിവിധ സെലക്റ്റീവ്നെസ്സിലൂടെ വിവിധ പാർട്ട് ഓഫിലൂടെ കണ്ടുമുട്ടിയ ബിഗ് ബോസിൽ ഒരുപാട് ചലനങ്ങളുണ്ടായി. ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാൻ ഉച്ചക്കാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഒരു പ്രമോ, അതായത് ലേറ്റസ്റ്റ് പ്രമോ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഒരു ജയിൽ ടാസ്കുമായിട്ടുള്ള പ്രമോ വന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പ്രമോ വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതായത് ഷാനവാസിന് കൊടുത്ത സീക്രട്ട് ടാസ്കിനെ കുറിച്ചുള്ള അനിവാര്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതൊക്കെയാണ് നമുക്ക് പ്രമോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് വളരെ നല്ലൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു. അതിന് ഗംഭീരമായി ഷാനവാസ് അത് വളരെ തന്ത്രശാലിയായിട്ടല്ല, വളരെ ഒരു ചൂണ്ട പോലെ കൊളത്തി അത് അവരെ പഠിപ്പിക്കാനുള്ള ഒരു ടാസ്കാക്കി മാറ്റി എന്നതാണ് ഷാനവാസിൻ്റെ മിടുക്ക്. അതിന് അവരെ ഉപയോഗിച്ചു എന്നതാണ്. അപ്പോൾ ഇന്നലെ നടന്ന കുറേ ഫേക്കായ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതുമല്ല. അത് ചിരിച്ചു തള്ളാൻ നമ്മൾ താല്പര്യപ്പെടുന്നുമില്ല. കാരണം നെവിനൊക്കെ ക്യാപ്റ്റൻസി ടാസ്കിൽ യാതൊരു അർഹതപ്പെട്ടവനല്ല. പക്ഷെ അർഹതപ്പെടാത്തവർ പലരും ആ സ്ഥലത്തേക്ക് വന്ന് അഴിഞ്ഞാടുന്ന നിരവധി കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു നിലവാരമില്ലാത്ത ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത, ഒട്ടും നമ്മളെ സാറ്റിസ്ഫാക്ഷൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ അട്ടർലി ഫേക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പോൾ അത് തീരെ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല, തീരെ നമ്മളെ ബോധറിങ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ സീസണിൽ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ, ഒരുപാട് വിശേഷിപ്പിക്കുന്ന കോർട്ട് റൂം എന്ന് പറയുന്ന ഒരു കോർട്ട് ഈ വീക്കെൻഡിൽ സംഭവിക്കുന്നുണ്ട്. ഒരാളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കോർട്ട് ഒരാളെ നല്ലതാക്കാനോ മോശക്കാരനാക്കാനോ അങ്ങനെയുള്ളതിന് വേണ്ടിയല്ല, അതൊരു ടാസ്ക്കാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജയിൽ ടാസ്ക് ആണ് എന്നത് മനസ്സിലാക്കേണ്ടത്. അതിൽ നിവിൻ എന്തൊക്കെയോ വേണ്ടാത്തത് പറയുന്ന രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും കൂടുതൽ വേണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ സംഭവത്തിൽ പോകുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുവെങ്കിലും മനസ്സിലാകാതെ നിൽക്കുന്നതും ചില കാര്യങ്ങളിലുണ്ട്. അപ്പോൾ എന്ത് വന്നാലും എന്ത് ചെയ്താലും അതിൻ്റെതായ പെർസ്പെക്റ്റീവ് എടുക്കുക എന്നതല്ലാതെ വേറെ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പരിഹാസങ്ങൾ അതിൽ ഒരുപാട് പേർ നേരിടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അപ്പം ആ കാര്യങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് മറ്റൊരാളിലേക്കാണ്.
അപ്പോൾ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഈ ഒരു ഡ്രാമ ഒരു ഫേക്ക്നെസ് കൊണ്ടുവന്നെത്തുന്നു എന്നത് അവർ പറയുന്നു. പക്ഷെ അതിലും മികച്ച ഫേക്ക് ഗെയിമറാണ് പലരും അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാതെ എങ്ങനെയാണ് ഇവർ ഡ്രാമ കളിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തന്ത്രശാലിയായ കുറുക്കൻ കാണിക്കുന്ന ലാഘവത്തോടെ തന്നെ നമുക്കും പറയാൻ പറ്റും. എനിക്കത് അത്ര ഗുഡ് എന്നൊന്നും തോന്നാത്ത ഒരു നിമിഷമാണ്. അപ്പോൾ ഒട്ടും ഒരു സൈനപ്പ് കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പോലും അർഹതപ്പെടുന്നവരല്ല ആര്, ഈ പറയുന്ന നബീൻ. നമുക്ക് ലേറ്റസ്റ്റ് പ്രൊമോ എന്താണെന്ന് നോക്കി അതിലേക്ക് വരാം. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് ക്യാപ്റ്റൻ ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, അവൻ എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീ ആക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അത് പുതിയ കണ്ടുപിടുത്തമാണ്. അതിനെന്താ കുഴപ്പം? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരു തെറ്റാണോ അനീഷ്? ചില സമയത്ത് അനുമോള് പറയുന്നത് എനിക്കും മനസ്സിലാവാറില്ല. എന്താണ് ആര്യൻ? എനിക്കും മനസ്സിലായിട്ടില്ല ഇവിടെ മൈൻഡിൽ എന്താ പ്രശ്നം. അല്ല, കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. നോമിനേഷൻ ഉണ്ടായതെങ്കിൽ അനുമോള് കമ്മ്യൂണിറ്റി വേണ്ടെന്ന് പറയാം? ഇല്ല ഇല്ല ഇല്ല, പറയില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കാണോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9. ചെറിയ പ്രമോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. വലിയ പ്രമോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് കട്ട് ചെയ്തോ എന്താക്കി എന്ന് പറയുന്നില്ല. ആദ്യം ഒരു പ്രമോ ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഈ പ്രമോയിൽ പിടിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇടുന്നതാണ് അതിൻ്റെ നല്ലത്. വേറെയും പ്രമോ വന്നാൽ നമ്മളതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പം പ്രൊമോ ഈസ് നോട്ട് പ്രോമിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യത്തെ പ്രോമിസ് നമുക്ക് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അവർക്ക് ഫേവറായ ആൾക്കാരെ മാത്രം ബോധർ ചെയ്യുന്ന ഒരു കോണ്ടന്റാണ് കൊടുക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. കോണ്ടന്റ് ആദ്യം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നിലവിലുള്ളത് നമുക്കൊന്നും അത്ര എഫക്റ്റ് ആകുന്നതോ നമുക്കൊന്നും പ്രതീക്ഷയുള്ള കോണ്ടന്റോ ഒന്നുമല്ല. നത്തിങ് ഇമ്പോസിബിൾ, ഒരു ഇമ്പോസിബിളായ കാര്യമേ അല്ല ബിഗ് ബോസും കൂട്ടരും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ റിയാലിറ്റി, അതിൻ്റെതായ വേസ്റ്റ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിൽ കടക്കുന്നത് കൊണ്ട് നമുക്കതിനെ ചൊൽപ്പടിയിൽ നിർത്താനും കഴിയില്ല. ഇറ്റ് ഈസ് മോണിറ്ററേഷൻ. ഇതിൽ പൈസക്കാര്യത്തിലും ഒരുപാട് ആലോചന കൂട്ടുന്നുണ്ട്. പണം, അവിടെ ഇപ്പോൾ ഒരു ലക്കി ഡ്രോ കിട്ടും, ഒരു പണം കിട്ടും, അത് എങ്ങനെ വീണ്ടെടുക്കാമെന്നുള്ള ആലോചനകൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പണത്തിന് വേണ്ടി അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി പേർ പല ഉദ്ദേശങ്ങളുമായി പല സ്ട്രാറ്റജിയിലും നിൽക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് വിലയിരുത്താനൊന്നും പറ്റില്ല. എല്ലാവരും അവരവരോട് സ്ഥാനത്തുള്ള ഗെയിമാണ് കാണിക്കുന്നത്. ഒരു ലാലേട്ടൻ വന്നാൽ വിറച്ച് തുള്ളി നിൽക്കാതെ അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയുകയും മുന്നിട്ട് കാര്യങ്ങൾ പറയേണ്ട സമയത്ത് വായ തുറക്കാതിരിക്കുമ്പോൾ അവിടെ പഴം പിഴിഞ്ഞ നിന്ന് എന്ന പേര് മാത്രമാകും. പക്ഷെ അനീഷ് എല്ലായിടത്തും റിപ്പീറ്റ് വാല്യൂ ഉള്ള വാക്കുകൾ സംസാരിക്കുമെങ്കിലും അത് എന്തോ അരോചകമാകുമ്പോൾ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഷട്ട് ഡൗണിൽ നിന്ന് എന്നും അയാൾ ഒരേ വിധി തന്നെ വാങ്ങിച്ചു കൂട്ടണമെന്നത് ശാശ്വത പരിമാണമല്ല. അത് അയാൾ ഉണ്ടാക്കിയെടുത്ത അരോചകമായ വേർഡ്സുമല്ല. ജസ്റ്റിഫൈ, നമുക്ക് നമ്മുടെ നാടിൽ നിന്ന് കിട്ടുന്ന ചില രീതികൾ അത് മാത്രമാണ്
അനീഷിനുള്ളത്. അനീഷ് ഒരു മീഡിയ അറ്റൻഡർ ആണെങ്കിൽ മീഡിയ വഴി കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് അനീഷ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അത് ചിലപ്പോൾ അരോചകമായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരാൾ തന്നെ എന്നും വിധിക്കകത്തിൽ അഴിക്കുള്ളിൽ കഴിയുക എന്ന് പറയുന്ന നിയോഗത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അവരെ വെറും ഒരു സ്ഥലത്ത് വന്ന് അവരെ ക്രൂശിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അത് ലാലേട്ടനും മനസ്സിലാക്കണം, ബിഗ് ബോസും മനസ്സിലാക്കണം, അവരുടെ കണ്ടസ്റ്റൻസും. അതൊന്നും അത്ര മിടുക്കൊന്നുമല്ല. ആ ബ്രില്യൻസിന് കൈയടിക്കാനും നമുക്കില്ല. കാരണം ഫേക്കിനെ ന്യായീകരിച്ച് ഫേക്കന്മാരെ നിലനിർത്തിക്കൊണ്ടും ഇവിടെ ഒരു നിർണായക ഘട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാലഘട്ടവുമല്ല. കാരണം നിരന്തരമായ ഫേക്ക്നെസ്, ഡ്രാമ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അവിടെ ഒരു യഥാർത്ഥ ഫേക്ക്നെസ് ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ ബിഗ് ബോസ് ഇപ്പോഴും ആളെ കിട്ടാത്തതുപോലെ തപ്പുകയാണ്. എന്തിനാണ് ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ക്രൂരലായ ഡ്രാമ കാണിക്കുന്നത്? വേസ്റ്റ് ഓഫ് യുവർ ടൈം എന്ന് ഞാൻ പറയും. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഇതിന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ നെവിൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഒരു ഗെയിമും പെർസ്പെക്റ്റീവിലല്ല. ഇറ്റ്സ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഒരു കാര്യത്തിനും ബോധവൻ അല്ല നെവിൻ എന്നത് മനസ്സിലായി. പല കാര്യങ്ങളും കട്ട് ചെയ്യുന്നുണ്ട് നെവിന് താറടിക്കാതിരിക്കാൻ. പക്ഷെ എന്നും അസത്യം മൂടുകയാണ് വേണ്ടത്, സത്യത്തെ വളർത്തുകയാണ് വേണ്ടത്. സത്യം നിലനിൽക്കും, അസത്യം മൂടപ്പെടുകയെന്ന് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബൈ ഫോർ എവർ.